എന്തോരം പണി, 100 കൂട്ടം പണിയുണ്ട്. അടിച്ചു വാരണം, പാത്രം തുടച്ചു വയ്ക്കണം. പിന്നെ പെണ്ണിൻ്റെ ഹോംവർക്ക് വരെ പെണ്ണിൻ്റെ ഹോംവർക്ക് ചെയ്ത് തുടങ്ങാം. ഞാൻ ഈ കാലിപ്പേപ്പറാണ്, ഒന്നും എഴുതിയിട്ടുമില്ല. ഇതൊക്കെ എഴുതി ചെയ്തെടുക്കും, കുറേ നേരം എടുക്കും. പെണ്ണാണെങ്കിൽ ഒന്നും എഴുതി എടുക്കത്തില്ല. എന്നാണ് ഇപ്പോൾ എഴുതേണ്ടത്? കളറാണെങ്കിൽ പേപ്പർ നിൽക്കണം. എൻ്റെ പേപ്പറൊന്നും എഴുതാൻ നിൽക്കണ്ട. അടിച്ചു കളയാനുണ്ട്, അടിച്ചു കളയാം. ഇപ്പം ശരി, ഇനി അടിച്ചു വാരിയെടുക്കണം. അടിച്ചു വാരിയെടുക്കുന്നതിന് വലിയ പണിയാണ്. അടിച്ചു വാരിയെടുക്കുന്നതിന് വലിയ പണിയാണ്. എന്തോരം ഓ, പാത്രം തുടച്ചു വയ്ക്കാനുണ്ട്. ഇങ്ങോട്ടിടാം. അയ്യോ, പാത്രം അയ്യോ പെട്ടെന്ന് ഇട്ടേ. ഇതൊക്കെ അടിച്ചു വാരി കഴിഞ്ഞ് പെണ്ണിൻ്റെ തൊങ്ങി കുറെ പണിയുണ്ട്. പാത്രം തുടച്ച്. ഓ, ഇനി എന്താണോ പണി? ഇവിടെ കിടക്കാൻ മൊത്തം ഷാള് വലിയ കണ്ട കുളയുണ്ട്. എന്തോ ഉണ്ടാക്കിയതാണ് കേട്ടോ, തൊപ്പി ഉണ്ടാണ്ട് വന്നത്. ഇത് കാണിച്ചു തരാം. ഇങ്ങനെതാണ് ക്ലിപ്പ് കുത്തണം. ഇങ്ങനെ ക്ലിപ്പ് കുത്തണം, നേരത്തെ ക്ലിപ്പ് കുത്തണം. ഒരു നൂട്ട് പണിയുണ്ട് ഇതിൻ്റെ കട കേട്ടോ. ഈ മൊബൈലിൻ്റെ മുട്ടൊക്കെയാണ്. ഇതൊക്കെ ഇനി ശരിയാക്കി വെക്കുമ്പോഴേക്ക് നേരമാകും. ഓ, എല്ലാം ഉണ്ടാക്കിയത് നമ്മൾ പിടിച്ചു വന്നിട്ടുണ്ട്. മുത്ത് പച്ച, പിങ്ക്, യെല്ലോ എല്ലാം ഉണ്ട് കേട്ടോ. ഈ പെണ്ണിൻ്റെ കാണിക്കാൻ സമയമില്ലാഞ്ഞിട്ടാണ്. പരീക്ഷ പേപ്പറിൽ മാർക്ക് നോക്കട്ടെ. സ്കൂളിൽ കഷ്ടപ്പെട്ട് വിടുന്നുണ്ട്. A+ 2 എണ്ണങ്ങളും കിട്ടി. അതുങ്ങളും ഭാഗ്യം. B-യും 2, C-യും. പെണ്ണിന് എന്തിനാണോ പഠിക്കാൻ പറ്റുന്നത്? പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. പെണ്ണിൻ്റെ റൂമിൽ അത്രയും പണിയുള്ളൂ. വേറെ റൂമിൽ എന്തോരം പണിയുണ്ട്. മൊത്തം ചെയ്തിരിക്കുമ്പോൾ 1 മണിക്കൂറെങ്ങാളും ആകും. വീട് നല്ലപോലെ വൃത്തിയാണ്.
ബോക്സാണ്. അവളുടെ ബോക്സാണ്. 2 ബുക്കുണ്ട്. കുഞ്ഞി പീസ് ക്ലേ സോഫ്റ്റ് അതെ ബുക്ക്. വേറെ ഒരു ബുക്ക് കണ്ടേ ഉണ്ടല്ലേ. ബോക്സ് ഇനി എന്താണോ ചെയ്യേണ്ടത്? പെണ്ണിൻ്റെ സാധനങ്ങൾ ഇവിടെ കൂടുതൽ. ഇനി ചൂലെടുത്ത് വെക്കണം. അതെടുത്ത് വെക്കണം. എന്തോരം പണിയാണ് പെണ്ണിൻ്റെ. ഈ അവളുടെ പെണ്ണിൻ്റെ സ്കൂളിൽ പോയി മഷീൻ ചേർക്കണം. ഇതൊക്കെ എടുത്ത് വെക്കുന്ന മതിയാ. ചൂല് ഇപ്പോഴത്തേക്ക് ഇവിടെ വെക്കാം. എൻ്റെ ബാഗ് പക്ഷേ സ്കൂളിൽ പോകുമ്പോൾ ബാഗും കൊണ്ടുപോയി മറ്റേ രണ്ട് ബാഗ് കൊണ്ടുപോകാൻ അവളോട് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ബാഗ് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു ബാഗ് ഇവിടെ കൊണ്ടുപോയിട്ടാണ് പുസ്തകം അതിനകത്ത് ചോറും കറിയുക. അത് വേറെ ആക്ടിവിറ്റീസ് വേറെ അതിനെന്തോ പറയുന്നത് വേറെ മറ്റേ കളറിങ് ബുക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ. കളറിങ് ബുക്ക്, ഡ്രോയിങ് ബുക്ക്, ഇങ്ങനെ സാധനം. ഇതിനകത്താണ് അവിടെ പഠിക്കുന്ന ബാഗ്. 2 ബാഗും കൊണ്ടുപോകാൻ കേട്ടോ. എന്നൊരു വണ്ടി ഒരു ജോലിയുടെ വീഡിയോ നല്ലപോലെ നമ്മൾ കണ്ടില്ലേ. അപ്പം ഇനിയിപ്പോൾ രാത്രിയൊക്കെ ആയി. കിടന്നുറങ്ങും. ഇനിയിപ്പോൾ കിടന്നുറങ്ങേണ്ടതൊക്കെ സമയമായി. അപ്പം ടാറ്റ ബൈ ബൈ, സീ യു.